നമ്മളിന്ന് ലൊക്കേഷൻ കണ്ടിൻ്റെ അടുത്ത എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു 16 കിലോമീറ്റർ ദൂരെയുള്ളൊരു സ്ഥലമാണ്. പാണ്ടിക്കുഴി എന്ന് പറയും. ആ സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ ഇവിടെ വന്ന് ആദ്യം കാണുന്നത് എൻട്രൻസിന് മുമ്പായിട്ടൊരു ഗവൺമെൻറ്റിൻ്റെ, അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പാർക്കാണിത്. ചിൽഡ്രൻസ് പാർക്കും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുള്ളൊരു പാർക്കാണിത്. നമ്മൾ ഇവിടെ വന്ന് ആദ്യം കാണുന്നത് എൻട്രൻസിന് മുമ്പായിട്ടൊരു ഗവൺമെൻറ്റിൻ്റെ, അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പാർക്കാണിത്. ചിൽഡ്രൻസ് പാർക്കും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുള്ളൊരു പാർക്കാണിത്. ഇതാണ് അതിന് ഉള്ളിലെ ദൃശ്യങ്ങളൊക്കെയാണിത്. കുട്ടികൾക്കും ഒക്കെ കുറേ നേരം, എത്ര മണിക്കൂർ വേണമെങ്കിലും 25 രൂപയേ ഉള്ളൂ പാസ്. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും കറങ്ങാവുന്ന ഒരു സിറ്റുവേഷനുണ്ട് ഇവിടെ കേട്ടോ. ഇവിടെ പാർക്കിങ് ചെയ്യാൻ പ്രത്യേക ഫീസൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. കാണുന്നത് ഇങ്ങോട്ട് എൻട്രൻസിന് മുമ്പുള്ളൊരു ചെറിയൊരു ക്ഷേത്രമാണ്. പഴയ രീതിയിൽ ഉള്ള ഒരു ചെറിയൊരു ക്ഷേത്രമാണ്. അവിടെ നേരെ ഇടത്തോട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വാച്ച് ടവറൊക്കെ ഉണ്ട്. വാച്ച് ടവറിൽ കയറണമെങ്കിൽ എൻട്രൻസ് എടുക്കണം. ഇതാണ് എൻട്രൻസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഓഫ് റോഡാണ്. 100 മീറ്ററേ ഉള്ളൂ കേട്ടോ ഈ ഓഫ് റോഡ്. ഈ ഓഫ് റോഡ് വഴിയാണ് നമ്മൾ പാണ്ടിക്കുഴി എന്ന് പറഞ്ഞ് ആ മനോഹര ദൃശ്യത്തിലേക്ക് പോകാൻ പോകുന്നത്. നിങ്ങൾക്ക് ആ ദൃശ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാതെ. ദൃശ്യം എന്താണ്, ഇവിടം വരെ ഞാൻ വന്നതിൻ്റെ കാര്യം. ഇതാണ് 2000 അടി താഴ്ചയിലുള്ള തമിഴ്നാടിൻ്റെ ദൃശ്യമാണിത്. ഈ ഉയരത്തിൽ നിന്നത് കാണാൻ പറ്റുന്നത് കേട്ടോ. ആളുകൾ കൂടി നിൽക്കുന്ന ഒരു ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഞാനിവിടെ നിന്ന് തന്നെ മാക്സിമം ഈ തിരക്കൊഴിഞ്ഞ ഈ സ്ഥലത്ത് നിന്നും കാണിക്കാമെന്ന ഒരു ധാരണയിലാണ്. കാണുന്നതാണ് കൂടല്ലൂർ എന്ന് പറഞ്ഞ്, അതായത് ഞാനിപ്പോൾ ഈ കേരളത്തിലാണ് നിൽക്കുന്നത്. കൂടല്ലൂർ എന്ന് പറഞ്ഞ ആ ഗ്രാമം അതാണ്. അവിടെ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കൃഷിസ്ഥലങ്ങളാണ്. കൃഷിസ്ഥലങ്ങളെല്ലാം ഒന്നിച്ചും അവർ കൂട്ടത്തോടെ ഒരു ഏരിയയിൽ താമസിക്കുകയുള്ളൂ. കൃഷിസ്ഥലങ്ങൾ വേറെ ആയിട്ട് കിടക്കും. അതങ്ങനെ ഉള്ളൊരു ദൃശ്യമാണിത്. അടുത്ത് ഞാൻ ഇല്ലിയൊക്കെ നിറഞ്ഞ് ആ ഭാഗത്തോടെ കടന്ന് ഞാനിനി അടുത്ത വ്യൂ പോയിൻറ്റിലേക്ക് പോവുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് നമ്മൾ ഈ മഴത്തിൻ്റെയൊക്കെ അടിയിൽ കൂടെയൊക്കെ ഇവിടുന്നിറങ്ങി ഇങ്ങനെ ഈ ഇത് കണ്ടോ, ഇതൊരു പാറയാണ്. ഈ പാറപ്പുറത്ത് നിന്ന് ഇത് കണ്ടോ, താഴെ നല്ല ഒരു അന്തരീക്ഷമാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഫോറസ്റ്റിൻ്റെയൊക്കെ ഒക്കെ ഒരു നല്ലൊരു, അതിനപ്പുറമാണ് ഈ തമിഴ്നാട് കാണുന്നത്. അതാണ് കൂടല്ലൂർ എന്ന് പറഞ്ഞ നഗരം. അത് കമ്പം, അതിൻ്റെ അപ്പുറത്ത് കാണുന്ന കമ്പം എന്ന് പറഞ്ഞ നഗരമാണ് ഇത് കൂടല്ലൂർ. ഇനിപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കമ്പം, ആ വഴിയാണ് ബസ് കുമ്പളിക്കൊക്കെ പോകുന്നത്. ഭംഗിയുണ്ടല്ലോ. ഇതാണ് നമ്മൾ ഈ മഴത്തിൻ്റെയൊക്കെ അടിയിൽ കൂടെയൊക്കെ ഇവിടുന്നിറങ്ങി ഇങ്ങനെ ഈ ഇത് കണ്ടോ, ഇതൊരു പാറയാണ്. ഈ പാറപ്പുറത്ത് നിന്ന് ഇത് കണ്ടോ, താഴെ നല്ല ഒരു അന്തരീക്ഷമാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഫോറസ്റ്റിൻ്റെയൊക്കെ ഒക്കെ ഒരു നല്ലൊരു, അതിനപ്പുറമാണ് ഈ തമിഴ്നാട് കാണുന്നത്. അതാണ് കൂടല്ലൂർ എന്ന് പറഞ്ഞ നഗരം.
അത് കമ്പം, അതിൻ്റെ അപ്പുറത്ത് കാണുന്ന കമ്പം എന്ന് പറഞ്ഞ നഗരമാണ്. ഇത് കൂടല്ലൂർ. ഇനിപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ലോയർക്കാമ്പ്. ആ വഴിയാണ് ബസ് കുമ്പളിക്കൊക്കെ പോകുന്നത്. ഭംഗിയുണ്ടല്ലോ. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കണ്ടത് പാണ്ടിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ മറ്റ് ശല്യമൊന്നുമില്ലാത്തൊരു ഏരിയയാണ്. ഇവിടെ നിന്നൊക്കെ ഷൂട്ടിങ്ങിനും വെക്കേഷന് വരാനും പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പുറത്തെ പാർക്കിൽ മാത്രമേ കുട്ടികൾക്ക് 25 രൂപ എൻട്രൻസ് ഫീ ഉള്ളൂ. നല്ലൊരു ഏരിയയാണ്. നിങ്ങളിവിടെ വന്ന് കാണണം.